റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 17 ദിവസം മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ നിന്ന് 30% പേർക്ക് പോലും സർക്കാർ നിയമനം നടത്താത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നത്. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ ഇവരിപ്പോൾ സമരം ഇരിക്കുകയാണ്. നമ്മൾ ഇതിനു മുൻപ് അവിടെ കുറേ സമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സമരം കണ്ടിട്ട് ഒരു ചർച്ചയിലേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ അരുൺ? സുജയ, ഗുഡ് ഈവനിംഗ്. സെക്രട്ടേറിയറ്റിന് പുറത്ത് ആശാ വർക്കർമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരാഹാര സമരത്തിലാണ്. അപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർ ഇപ്പോൾ ഈ ഒന്നാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കാരണം അവർക്ക് മുന്നിൽ സമയം ഇല്ല എന്നുള്ളതാണ്. കാരണം വരുന്ന 19-ാം തീയതി അവരുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ 967 ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. പക്ഷേ അതിൽ 259 പേരുടെ നിയമനം മാത്രമാണ് ഇതിനോടകം നടന്നത്. അതായത് 30% പോലും നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ആണ് അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അമ്മമാരടക്കമുള്ളവർ ഈ സമര രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനോടൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കത്തെന്തെങ്കിലും നൽകിയിരുന്നോ? എന്താ അതിന് മറുപടി എന്തെങ്കിലും കിട്ടിയിരുന്നോ? നോക്കാം, വേക്കൻസി തരാം, കാത്തിരിക്കുന്ന പറഞ്ഞു. ഇപ്പോൾ ഇന്ന് ആദ്യ ദിവസമാണോ? ഇന്ന് ആദ്യ ദിവസമാണ് ഞങ്ങളുടെ സമരത്തിന്. ഇനിയുള്ള 19 ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വേണ്ടി. അപ്പോൾ അതുവരെ എന്തായാലും ഞങ്ങളിങ്ങനെ സമരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇതൊരു പ്രതിഷേധമെന്നാണോ? പ്രതിഷേധം അങ്ങനെയല്ല. നമ്മൾ ഇന്നലെ വരെയുള്ള സെക്രട്ടേറിയറ്റ് എല്ലാ മന്ത്രിമാരുടെ അടുത്ത് നമുക്ക് കയറുമ്പോൾ അവർ അനുകൂലമായിട്ട് ഒരു ബൾക്ക് വേക്കൻസി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രതിഷേധം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമുക്ക് മുന്നിൽ കണ്ണടക്കരുത് അല്ലെങ്കിൽ വായടച്ച് നിൽക്കരുത് എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. ഏതായാലും സ്റ്റേഷനിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 6 വനിതാ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ളതാണ്. മറ്റൊന്ന് LDF പ്രകടന പത്രികയിൽ തന്നെ 15% വനിതാ ഉദ്യോഗസ്ഥർക്ക് പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ കൂടിയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സർക്കാർ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നടത്താത്തത്? ഇനി ദിവസങ്ങളില്ലല്ലോ. അതെ, നമുക്ക് ഇതിനും കൃത്യമായിട്ടുള്ള മറുപടി നമുക്കും ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. നമ്മളിത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പം 9:1 എന്നൊരു റേഷ്യോയുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. നമ്മൾ ലിസ്റ്റിൽ വന്നപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഉള്ളപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷനും ഇല്ലാത്തൊരു 9:1 എന്നുള്ളൊരു റേഷ്യോ ആണ് ഇപ്പോൾ ഇവർ പറയുന്നത്. വേക്കൻസി പറയുമ്പോഴാണെങ്കിലും ബോയ്സിനുള്ള CPOക്ക് വരുന്ന അതിൻ്റെ ഒരു 9:1 നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ നമ്മുടെ എക്സാം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റ് വരുമ്പോഴോ ഇല്ലാത്തൊരു സാധനത്തെ നമ്മുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഇതുകൂടി ഇവർ ആഡ് ചെയ്താണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം നമുക്ക് ഉള്ള വേക്കൻസി കൂടെ ഇല്ല എന്നുള്ളൊരു 17 ദിവസമേ ഉള്ളൂ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ. അതുകൊണ്ടാണ് അവർക്ക് സമരം ഇരിക്കേണ്ടി വന്നിരിക്കുന്നത്. അരുൺ സോളമനാണ് നമുക്കൊപ്പം സമരപന്തലിൽ നിന്ന് ചേർന്നത്.